വീട്ടിലിപ്പോൾ അധ്യാപികയും പ്രിൻസിപ്പലും എത്തിയിട്ടുണ്ട്. ക്ലാസ് ടീച്ചറാണ് സബിത ഇപ്പോൾ തത്സമയമുണ്ട്. ശ്രീമതി സബിത, കേൾക്കാമല്ലോ? കേൾക്കാം. അമ്മു സഹപാഠികളാൽ ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അച്ഛൻ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നതാണ്. ഒടുവിലൊരു മരണത്തിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. എന്താണ് അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പം അമ്മുവിന് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളതിന് ആക്ഷനൊക്കെ എടുക്കുകയും ചെയ്തു. ഞാൻ അമ്മയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മുവിനെ ഇടയ്ക്ക് വിളിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മു തെറ്റും ചെയ്തിട്ടില്ലേ, വിഷമിക്കരുത് എന്നെല്ലാം പറഞ്ഞ് അമ്മുവിനെ ഞാൻ നല്ല ഇതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അന്ന് പിരിയുന്ന ദിവസം തന്നെ അമ്മുവിനെ ഞാൻ 11 മണി വരെ ഞാൻ ക്ലാസ്സിലുണ്ട്. അപ്പോഴും അമ്മുവിനോട് എല്ലാവരോടും കൂടി ഞാൻ ചോദിച്ചു, നമ്മൾ 50 പേര് എക്സാം എഴുതുകയല്ലേ, 50 പേരും ഒരുമിച്ചല്ലേ ഗ്രാജുവേഷൻ. അപ്പോഴും അമ്മു വന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടുകയും ചെയ്തതാണ്. അമ്മു ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു കുട്ടിയാണ്. ഒരിക്കലും അങ്ങനെ ഒരു പേര് പറഞ്ഞു അതിനെ ഒരു കുറ്റം പറയാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കിയിട്ടുമില്ല. നമ്മളാണെങ്കിലും അമ്മുവിൻ്റെ കൂടെ നടന്ന് ചോദിച്ചിട്ട് അമ്മു വിഷമിക്കരുത്, അമ്മു തെറ്റിദ്ധരിച്ചില്ല, അമ്മു സങ്കടപ്പെടരുത് എന്നുള്ള രീതിയിലും ആണ് മുന്നോട്ട് പോയത്. അന്ന് ഞാൻ സംസാരിച്ച സന്തോഷത്തോടെ കണ്ട അമ്മുവിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ സബിത പറയുന്നതനുസരിച്ച് അമ്മു ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല എന്നാണോ പറയുന്നത്? ഒരിക്കലും ആ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ കരുതിയിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതാണ് ഈ കോഴ്സ് കഴിയാൻ 1 മാസം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടിയുണ്ട്. നേരത്തെ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ 1 മാസത്തിനുള്ളിൽ അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ഈ സഹപാഠികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 9 വിദ്യാർത്ഥികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഇപ്പോൾ പിതാവ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ മുന്നിൽ നിന്നാണല്ലോ അത് പറയുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? നിങ്ങൾ വാൺ ചെയ്തിരുന്നില്ലേ പരാതിക്ക് ശേഷം? അതിനുശേഷം വാൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, നിങ്ങൾ ഇനി പോകാൻ ഇത്ര മാസം കൂടെ ഉള്ളൂ, പിണങ്ങിയിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പല വഴിക്ക് പോകുന്ന കുട്ടികളല്ല. അപ്പോൾ അവർ പറയില്ല, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ലാസ്റ്റ് പോലും ഫുഡ് ഷെയർ ചെയ്തു, വെള്ളം വാങ്ങിച്ചു കുടിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളും അമ്മുവിനെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മു വിഷമിക്കേണ്ട, നമുക്ക് നല്ല രീതിയിൽ ഇപ്പം അങ്ങ് ഇറങ്ങിപ്പോകും എന്നുള്ള രീതിയിൽ. നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്ത് എന്നുള്ളത് അറിയില്ല. ഈ കുട്ടികൾക്ക് മെമ്മോ കൊടുത്തു എന്നതിനപ്പുറം പിന്നെ ഈ അമ്മുവിൻ്റെ മരണശേഷം ഈ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ 9 വിദ്യാർത്ഥികൾ അവരാകെ തകർന്നിരിക്കുകയാണ്, ഒന്നും അങ്ങോട്ട് പറയുന്നില്ല. അവരാണ് ഉത്തരവാദികളെന്ന് അച്ഛൻ കരുതുന്നുണ്ട്. അതൊരു വശത്ത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റൽ വാർഡൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായി പിതാവ് സംശയിക്കുന്നു. മാത്രമല്ല ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വൈകി എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അമ്മു വീണു എന്ന് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? എന്നെ വിളിക്കുന്നത് 5:04 ഞാൻ ബസ്സിലായിരുന്നു. അപ്പോഴാണ് എന്നോട് വിളിച്ച് പറയുന്നത്. ആരാണ് വിളിച്ചത്? കുട്ടിയാണ് വിളിച്ചത്. എന്നിട്ട് നിങ്ങൾ നേരെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നോ? അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പിന്നെ നമ്മളത് കൺവേ ചെയ്തു. ഇല്ല, ഞാനിങ്ങ് വീട്ടിലെത്തിയിരുന്നു. എനിക്കപ്പം 1.5 മണിക്കൂറോളം ട്രാവലുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെയുള്ളൊരു ടീച്ചർ എത്തുമായിരുന്നു. ഈ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വൈകിയതൊക്കെ എന്താണ് സംഭവിച്ചതെന്നാണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ? ഇപ്പോൾ കോളേജിനെതിരെയാണ് ആരോപണം ഉയരുന്നതെന്ന് അറിയാമല്ലോ. കോളേജിലേക്കാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യാപകമായ പ്രതിഷേധം ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായ മറുപടി ലഭിക്കേണ്ടതുണ്ട് കോളേജ് അധികൃതരിൽ നിന്ന്. അപ്പം ഹോസ്പിറ്റലിൽ വന്ന് എല്ലാം ചെയ്തു പോയി. നമ്മളിങ്ങനെ കോളിലൂടെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞത്. അമ്മുവിന് എന്ത് സംഭവിച്ചതായിരിക്കുമെന്നാണ് സബിത കരുതുന്നത്? ഒന്ന് വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ 9 വിദ്യാർത്ഥികളുടെ കാര്യത്തിലും അവർ ഭയന്നിരിക്കുകയാണ് എന്ന രൂപത്തിലാണല്ലോ, അല്ലെങ്കിൽ അവർ ഷോക്ക്ഡാണ് എന്നാണ് ഇപ്പോൾ സബിത പറഞ്ഞത്. അപ്പോൾ ഒരു കൊലപാതകമാണ് എന്ന രൂപത്തിൽ പിതാവ് സംശയിക്കുകയും ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് അമ്മുവിനെ നേരത്തെ ഒരുപാട് സംസാരിച്ചതിൽ നിന്നും സബിതയ്ക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നാണ് കരുതുന്നത്? ഇപ്പം നമ്മളറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ. ഈ കുട്ടികൾ എന്തെങ്കിലും കൂടുതൽ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇറങ്ങിപ്പോകുന്ന കുട്ടികളാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
അവരൊക്കെ എപ്പോഴും ക്ലാസ്സിൽ വരുന്നുമുണ്ട്. എല്ലാവരും അവസാനം പറയുന്നത് സന്തോഷത്തോടെ പോകണം എന്നുള്ളതായിരുന്നു. ഈ കോളേജിൽ സംഭവിച്ചതാണ് ഇപ്പോൾ ഈ വാഷ്റൂമിൽ വെച്ചിട്ടുള്ള അറ്റാക്ക് അടക്കം ഇപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ അതിലപ്പുറമാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇത് കോളേജിനകത്ത് ഉണ്ടായിരുന്ന ഈ സംഘർഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതിലിടപെട്ടിരുന്നോ? നമ്മളതിൽ ഇടപെട്ടിരുന്നത് സംഘർഷമായിട്ട് പറയുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇടപെട്ട് വാൺ ചെയ്ത് വിട്ടാണ്. പിന്നെ മെമ്മോ വന്നപ്പോൾ നമ്മൾ ആക്ഷനൊക്കെ എടുത്തതാണ്, എല്ലാം ചെയ്തതാണ് കാര്യങ്ങളെല്ലാം. ആക്ഷൻ എടുക്കുക എന്ന് വെച്ചാൽ എന്ത് ആക്ഷനാണ് എടുത്തത്? നമ്മൾ കുട്ടികൾക്ക് മെമ്മോ ഒക്കെ കൊടുത്തതാണ്. മെമ്മോ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് അവർ പറയുന്നത്? എന്താണ് എക്സ്പ്ലനേഷൻ? എന്താണ്? ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തോടെ പിരിയാണ് ചെയ്തത്. അതിനുശേഷം അമ്മുവിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നതോ വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കണ്ടിരുന്നോ സബിത? ഇല്ല, കുട്ടി ആദ്യം തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മളത് കുഴപ്പമില്ല, അതങ്ങനെ യൂഷ്വലായിട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചൊവ്വാഴ്ച പോലും ഒരു ഡെമോൺസ്ട്രേഷൻ പോലുണ്ട്, അതൊക്കെ കുട്ടി നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. ശരി, വളരെ നന്ദി. സബിത ഖാൻ ക്ലാസ് ടീച്ചറാണ്.